തേങ്ങയൊക്കെ ചാടി കിടപ്പുണ്ട്. അതൊക്കെ പൊറുക്കി കൂട്ടാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. കുറേ ദിവസമായി മൂപ്പരെ ഇടക്ക് ഇങ്ങനെ വന്ന് നോക്കുന്നല്ലാതെ ഞാൻ ഈ വൈക്ക് അങ്ങനെ കുറച്ചായിട്ടുണ്ട്. 2-2.5 മാസത്തോളമായി ഞാൻ ഈ വൈക്കൊക്കെ ഒന്ന് വന്നിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ തേങ്ങയൊക്കെ ചാടി കിടപ്പുണ്ട്. അതൊക്കെ പൊറുക്കണം പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഗേറ്റിൻ്റെ ചാവി എടുത്തിട്ടില്ല. അതാണ് നമ്മളെ സ്വഭാവം. ഒന്നെടുത്താൽ ഒന്ന് എടുക്കാൻ മറക്കും. സ്ഥിരമാണ്. അപ്പോൾ നമ്മൾ മതിലൊക്കെ എടുത്ത് ചാടി അലോക്കത്തെ മുറ്റത്ത് കൂടെ വന്ന് മതിൽ എടുത്ത് ചാടി വെക്കുക കേട്ടോ. മതിൽ വെച്ചാൽ അടുക്കള ഭാഗത്ത് നമ്മൾ കയറ്റി പടുത്തിട്ടില്ല. അങ്ങനെ വീട്ടിൽ എത്തി ഈ വീട്ടിൻ്റെ പടിയൻ ചവിട്ടുമ്പോൾ കിട്ടുന്ന സമാധാനം ഒരു വീട്ടിൽ ചെന്നാലും ഇല്ല. കാരണം ഇതിൻ്റെ പടിയൻ കയറുമ്പോൾ ഒരു മനസ്സിക്ക് ഒരു സമാധാനമാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും. നമ്മൾ വീടിൻ്റെ വാതിലൊക്കെ തുറന്നു ആകെ നോക്കി അടുക്കള ഭാഗത്തൊക്കെ വന്ന് തേങ്ങ പൊറുക്കിയിട്ടാണ്. മഴയായിട്ട് ആകെ കാടിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ഇനി വൃത്തിയാക്കണം. അപ്പോൾ തേങ്ങ പൊറുക്കാലൊക്കെ കുഞ്ഞുമോൻ പൊറുക്കുകയാണ്. തേങ്ങയുടെ കണക്കൊന്നും നമുക്കറിയില്ല. നമ്മൾ അകത്തെടുത്ത് വെക്കുക ചെയ്തത്, വെള്ളിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ അകത്തെടുത്ത് വെച്ചു. മുമ്പ് തേങ്ങയൊക്കെ പൊറുക്കണം. എന്നോട് വീഡിയോ എടുക്കലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ എടുത്തുകൊണ്ട് കണ്ടൊക്കെ ചെയ്തിരിക്കണം, അപ്ലോഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും. കണ്ടോ എന്തോ ഒരു സത്യസന്ധനായ ജോലിക്കാരൻ. പിന്നെ പുറത്തുള്ള തേങ്ങയൊക്കെ പൊറുക്കി വെച്ചു. പിന്നെ അകത്തും കുറച്ച് തേങ്ങ കുറച്ച് മുന്നിൽ വന്ന് പൊറുക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചാക്കിലാക്കി വെച്ചു. ഇത് അകത്ത് വെച്ചിട്ട് ടൈൽസിന് എന്തോ വെള്ളക്കുത്ത് എന്തോ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചാക്കിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ അധികം നേരത്തില്ല, കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചുറ്റുപാടൊക്കെ മുകളിലൊക്കെ പോയൊക്കെ നമ്മൾ റിട്ടേൺ പോന്നു. മക്കളെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പോവുകയാണ്. ക്യാമറയ്ക്ക് കുറച്ച് പട്ടിഷോയൊക്കെ കാട്ടി. മറ്റവല്ല രണ്ടാളും ഇല്ലാത്തപ്പോഴല്ലേ മൂപ്പര് കുട്ടീനെ എടുക്കുള്ളൂ. അപ്പോൾ ആ സമയം ഒന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ, കൈയൊക്കെ വീശി. അങ്ങനത്തെ അവസരം അപൂർവമായി കിട്ടത്തുള്ളൂ. അപ്പോൾ വീടൊക്കെ കുറച്ചൊക്കെ നോക്കി നിന്ന് പിന്നെ നമ്മൾ പോന്നു കേട്ടോ. വൈകാതെ കുടിയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കട്ടെ, എല്ലാവരും ദുആ ചെയ്യുകൊണ്ടു. പിന്നെ നമ്മൾ കോട്ടക്കൂടി മലക്കൂടി പിന്നെ ആ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വണ്ടിയിൽ കയറി. കാരണം നമ്മൾ മുറ്റത്തേക്ക് വണ്ടി കയറ്റാൻ ഇപ്പോൾ പറ്റണില്ല. മഴ ഇതൊക്കെ പെയ്തിട്ട് ആകെ ചപ്പിളി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തുള്ളൊരു ഗ്രൗണ്ടിലാണ് നിർത്തിയത്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ നാളെ. അപ്പോൾ അതിന് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. മോക്ക് വള മാല ഒക്കെ വേണം പറഞ്ഞപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടുപ്പും വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ടീച്ചർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ഉടുപ്പൊന്നും വേണ്ട, ഫുൾ യൂണിഫോമിൽ തന്നെ വരണം. അപ്പോൾ ഫാൻസി കയറി അറ്റകുറ്റ സാധനങ്ങളൊക്കെ, വള മാല എയർബാൻഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എയർബാൻഡ് എന്ന് ഞങ്ങൾ പറയും, ഹെഡ് ബാൻഡ് എന്നും പറയും. അപ്പോൾ അതൊക്കെ പർച്ചേസ് ചെയ്തു. അവിടെ ചെന്നൊക്കെ ഇപ്പോൾ എന്താ വാങ്ങേണ്ടത് അറിയില്ല. തൊപ്പി പല സൈസ്, എന്താ ചെറിയ സൈസ് കൂടി വലിയ സൈസ് കൂടി ഇതന്നെ എന്താ പറയുക, ഇവിടെ ഒട്ടിക്കുന്ന സാധനങ്ങൾ പല സൈസ് ഉണ്ട്, പല മോഡലുണ്ട്. കണ്ടാൽ എല്ലാം വാങ്ങും. ചോദിച്ചപ്പോൾ എല്ലാ സാധനങ്ങളും കൊടുത്തു. പക്ഷെ ഇവിടെ കളക്ഷൻസ് പൊതുവേ കുറവാണ്. മാലകൾ അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് നല്ലതുകൊണ്ട്. പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സാധനങ്ങൾ കുറച്ച് കുറവാണ്. ഇത് ഇത്ര എല്ലായിടത്തും ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, വേറെ ഫാൻസിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അത് മുന്നേ എനിക്ക് മൂപ്പര് കൊണ്ടുവന്ന് തരിക ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിത് വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങണത്. കുറച്ച് സാധനങ്ങൾ കൈമിടുന്ന എന്തോ ബാൻഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുഞ്ഞോനും മോളും പോയി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാനാണ് ഇറങ്ങിയിരുന്നത്. എല്ലാ കുട്ടികളോട്ടും ഒരു മിനിക്കും വാങ്ങിത്തരീന്ന് പറയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിനായിട്ട് ഇറങ്ങിയതാണെന്ന്. അപ്പോൾ അവിടെ എനിക്ക് കല്യാണങ്ങളൊക്കെ വരുന്നു. റെൻറ്റിന് പറ്റിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടോ ചോദിച്ചു. അങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തന്നു. സാരിക്ക് പറ്റിയ അടിപൊളി മാലകളും ഒക്കെ നോക്കി. വളകൾ കണ്ടോ, ഈ വള കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അത് ഓളെ സൈസിനുള്ളതില്ല, ഈ ഒരു സൈസ് തന്നെ ഉള്ളൂ. പിന്നെ വേറൊരു കുറച്ച് വീതിയുള്ള ടൈപ്പ് ബാങ്കിൾ വാങ്ങാൻ ഞാൻ ചെയ്തത്. അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ എന്തൊരു ദിവസം ഇടുള്ളൂ. പിന്നെ നാക്കെ നടക്കിയേക്കാം. പിന്നെ അതെടുത്ത് പോന്നു. മോഡലുള്ളതുണ്ട്, പക്ഷേ അതോക്ക് പറ്റിയ സൈസ് ഇല്ല. മാലകളായും ഇവിടെ കുറവാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ തോന്നുന്നു. അധികം ഒന്നും ഇറക്കണില്ല ഇപ്പോൾ തോന്നുന്നു. കാറ് നിർത്താനുള്ള സൗകര്യം നോക്കിക്കാണ്ട് നിർത്തിയതാണ് ഇവിടെ. സാധാരണ പർപ്പിൾ ഫാൻസിക്കാ പോലെ. അവിടെ നിന്ന് ഈ സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ തലേന്നും കൂടി ആയതുകൊണ്ട് ആ വൈക്ക് നോക്കണ്ട, എല്ലാവരും അതിൻ്റെ ഉള്ളിലേക്കാരം. പിന്നെ അങ്ങോട്ട് പോയില്ല. വണ്ടി നിർത്താൻ സ്ഥലമില്ലാതെ പോകാനാവില്ല വിചാരിച്ച്. പിന്നെ ഹെഡ് ബാൻഡ് എടുത്തു, ഒരു മാല എടുത്തു. അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങി. ഈ മാല നമ്മളെടുത്ത. പിന്നെ സാധാ മുത്തുമാല ഉള്ളത് അത് പിന്നെ ഞാൻ എടുത്തില്ല. ഇത് സാധാ ടൈപ്പ് മുത്തുണ്ടല്ലോ, പേൾസ്, ആ ടൈപ്പിലുള്ള മാല അതെനിക്കിഷ്ടമല്ല. ഹെഡ് ബാൻഡ് ആയാലും പല ഡിഫറൻസ് ടൈപ്പിലുണ്ട്. ഞാൻ ഈ
മാലയ്ക്ക് മാച്ചായിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഹെഡ് ബാൻഡും ചൂസ് ചെയ്തത്. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വെച്ചാൽ നമ്മളൊന്നും ചെറിയ കുട്ടിയിൽ നിന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു കൊടി മാത്രമല്ലേ ഉള്ളൂ, ആ കൊടി നോക്കി പോകുന്നില്ലാതെ ഈ ജനറേഷനിലൊക്കെ ജനിക്കണമായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇല്ല മാലയിലെല്ലാം 2-3 മാല ഹെഡ് ബാൻഡൊക്കെ നോക്കി, പിന്നെ ഹെഡ് ബാൻഡ് 2 എടുത്തു. അപ്പോൾ അത് വേണമെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ അതും 2 ചൂസ് ചെയ്തു. ഇതൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ഓർണമെൻറ്റ്സ് ആട്ടോ. ഈ സാരിക്ക് പറ്റിയ മാല, പാലക്കാമാല, മാങ്ങാമാല, അങ്ങനത്തെ മാലകളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര റേറ്റ് ഒന്നുമില്ല കേട്ടോ. റെൻ്റൽ ഓർണമെൻറ്റ്സിന് നല്ല ഭംഗി, അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതാണ്. സാധാരണ ഈ റെൻ്റൽ ഷോപ്പിലൊക്കെ ചെന്നാൽ ഭയങ്കര റേറ്റ് കൊടുക്കണം. ഇവിടെ ഈ ഫാൻസികളിലൊക്കെ പൊതുവേ ഈ റെൻ്റൽ ഓർണമെൻറ്റ്സിനൊക്കെ റേറ്റ് കുറവാണ്. ഞാൻ കുറേ ഞാൻ നാൾ പർപ്പിൾ ഫാൻസിയിലും ചോദിച്ചിരുന്നു, അവിടെയും റേറ്റ് കുറവാണ്, അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലോണം കിട്ടുന്നുണ്ട്, അവിടെയൊക്കെ സാധനം ഉണ്ട്. ഇപ്പോൾ ഫാൻസികളിലൊന്ന് നിങ്ങൾ പോകുമ്പോൾ ഫാൻസികളിലൊന്ന് ചോദിച്ചിട്ട് റെൻ്റൽ ഷോപ്പിലേക്ക് പോകുന്നതാവും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ക്യൂടെക്സൊക്കെ നോക്കിട്ടോ, പക്ഷേ അത് ഇട്ട് കൊടുക്കാം, എനിക്കിഷ്ടമാണ് ക്യൂടെക്സ് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കണതൊക്കെ. പക്ഷേ വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും താല്പര്യമില്ല, അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല, വെറുതെ ചീത്ത കേൾക്കണ്ട വിചാരിച്ചിട്ട്. ക്യൂടെക്സൊക്കെ കുറച്ചൊക്കെ നോക്കി. ഇവിടെ അങ്ങനെ ഓൺലൈനിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, ഫേസ് വാഷ്, ഷീറ്റ് മാസ്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെൻ്റല്ല റോൾഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, ഗ്യാരണ്ടി എന്ന് പറയും, അങ്ങനത്തത് കുറച്ചൊക്കെ അത്യാവശ്യം ഫാഷനുള്ളതൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറഞ്ഞ ബഡ്ജറ്റുള്ളൂ കേട്ടോ ഈ മാലകൾക്കൊക്കെ റെൻറ്റിന്. ഇതിനൊക്കെ റെൻ്റൽ ഷോപ്പിൽ ചെന്നാൽ എത്രയോ രൂപ കൊടുത്താൽ ഞാനൊക്കെ മോഡൽ ഫോട്ടോഷൂട്ടിനൊക്കെ വാങ്ങിച്ചെന്ന് ഞാനിപ്പോൾ ആലോചിച്ചാണ്. ആ ട്രോളി അവിടെ തന്നെ വെപ്പിച്ചു. എന്നിട്ട് ആ ട്രോളിനെ കൊണ്ട് അവർക്ക് വെപ്പിച്ചു. എന്നാൽ സ്റ്റെപ്പ് കയറി പോകാൻ പറഞ്ഞിട്ട് കേട്ടില്ല. സ്റ്റെപ്പ് കയറണം, ഇവിടുത്തെ ലിഫ്റ്റിൽ ഇതുവരെ കയറിയിട്ടില്ല, എന്നാൽ അതിൽ കയറ്റാൻ കൊണ്ടായതാണ് ഡിസ്മിക്ക്. എന്താ അപ്പം ഇങ്ങനെ കയറി ഇങ്ങനെയൊക്കെ കുതിരാക്കാൻ പാടുണ്ടോ മനുഷ്യനെ? ഇപ്പം ലിഫ്റ്റിൽ കയറി, ഇതാകെ ഒരു ഫ്ലോറുള്ളൂ കേട്ടോ. പ്രായക്കൊക്കെ ലിഫ്റ്റ് യൂസ് ചെയ്യുക അത്രേ ഉള്ളൂ. അത് ആ സ്റ്റെപ്പ് കയറി പോകാനുള്ളത് തന്നെ. സംഭവത്തിൽ മൂപ്പർക്ക് പാൻറ്റ് നോക്കാൻ വന്നതാണ്. പാൻറ്റ്, ജെൻസിൻ്റെ പാൻറ്റിൻ്റെ കളക്ഷൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. ഞാൻ ഈ സെലിബ്രിറ്റീസ് ഇടുന്ന പാൻസൊക്കെ നോക്കിയപ്പോൾ ആ ടൈപ്പ് പാൻസൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ കുറേ ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് നമ്മളെ ഭാഗത്തേക്കല്ല വന്നിട്ട് കാര്യമുള്ളൂ. ഇതുവരെ ഒരു ഷോപ്പിൽ ചെന്നിട്ടും എനിക്കൊരു ഡ്രസ്സും ഇഷ്ടപ്പെടാതെ ഞാൻ പോന്നിട്ടില്ല. ഇതിൽ നോക്കിയിട്ട് എനിക്കൊരു ഡ്രസ്സും പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ എടുക്കാൻ പോയില്ല. വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല കേട്ടോ, 299, 399 അങ്ങനെയൊക്കെ ഉള്ള റേറ്റിന്. ടോപ്പിനായാലും പാൻറ്റിനായാലും സ്കേർട്ടിനായാലും ഒക്കെ പാകത്തെ വില ഉള്ളൂ. പക്ഷേ ഈ ഫാൻസി ഐറ്റംസിന് ഞാൻ റേറ്റ് നോക്കി, അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ ഒരു ബക്കറ്റിന് 100 രൂപയാണ്. ഞാൻ 50 രൂപക്കാണ് 50 രൂപക്കോ 40 രൂപക്കാണ് പർപ്പിൾ ഫാൻസിന്ന് ഞാൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു, ഞാൻ എടുത്തില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ, ബാങ്കിളായാലും ഒക്കെ ഉണ്ട്. പിന്നെ ടോപ്സൊക്കെ 299 രൂപ അങ്ങനത്തെ ടോപ്സുകളൊക്കെ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം അങ്ങനെ ടോപ്സ് ഇവിടുന്ന് വാങ്ങിച്ചിരുന്നു, ഇവിടുന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതേപോലെ ഏതൊരു മാളിൽ തന്നെയാണ്. പക്ഷെ എൻ്റെത് അത് അധികം നിന്നില്ല, പെട്ടെന്ന് ഡാമേജ് ആയി. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്നൊന്നും എടുക്കലില്ല. ഇതുപോലത്തെ മഗ്ഗൊക്കെ ഒന്ന് നോക്കി അതിന് 200 സംതിങ് ഒക്കെ റേറ്റ്, അപ്പം ഞാൻ എടുത്തില്ല. പിന്നെ ഇവിടെ പല ഓഫേഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് സ്റ്റൗവിനായാലും എല്ലാ സാധനങ്ങളും ഇവിടെ വാരി വലിച്ച എല്ലാം ഉണ്ട്. നല്ല മോഡലുള്ള സാധനങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. മങ്കുടുക്കിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വാട്ടർ ബോട്ടിലൊക്കെ നോക്കി, പക്ഷേ വാട്ടർ ബോട്ടിലൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്. കുറച്ചും കൂടി തോന്നുന്നു ഓൺലൈനായിട്ടാണ് ബൾക്കായിട്ട് വാങ്ങിക്കാൻ നല്ലത്. ഞാൻ കൂടുതൽ സാധനങ്ങൾ വീട്ടിലേക്കുള്ള കൂടുതൽ സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്തിരുന്നത് ഓൺലൈനായിട്ടാണ്. ഇവിടെ കർട്ടണ്, ടവല്, പിന്നെ ക്യൂട്ടായിട്ടുള്ള ഡോൾസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഞാൻ കാണിച്ചിട്ട് കണ്ടോ. ഈ പെങ്കിന് എന്തൊരു ക്യൂട്ടാലേ കാണാൻ. എനിക്ക് അങ്ങനത്തെ ഒക്കെ വാങ്ങണ ഭയങ്കര ഇഷ്ടം കേട്ടോ. പക്ഷെ എൻ്റെ മക്കൾക്ക് കളിക്കോപ്പുകൊണ്ട് കളിക്കണ ശീലേ ഇല്ല. കാരണം അങ്ങനെ ശീലം ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഓൾക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്താ ഈ ചൂടാറാൻ പാത്രത്തിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ, എന്തോ പറയേണ്ട പേര് എനിക്ക് ഓർമ്മയില്ല. കണ്ടോ ഈ ചങ്ങായി ഉണ്ടല്ലോ, ഇന്ന് മോൾക്ക് കൊണ്ടുവന്നിക്കാണ്ട് ആ ചങ്ങായി KCBക്ക് ഫോം വിളിച്ച് നടക്കുക. നിങ്ങളൊന്നാണ് ഇന്നിട്ട് ഇങ്ങനെ വട്ടം കറക്കുക. ആ ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് 2 പ്രാവശ്യം ഇന്നിട്ട് കറക്കിയേക്കും ഫോം വിളിച്ച് കണ്ട്. അപ്പോൾ ഫോം വിളിച്ചുകൊണ്ട് താഴത്തേക്ക് പോകുക പറഞ്ഞിട്ട് കേൾക്കണ്ട. ലാസ്റ്റ് പിടിച്ച് വലിച്ച് പൂരിയും കെട്ടിച്ച് എതിഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞ് ഞാൻ വലിച്ചു കൊണ്ടുവന്നിക്കണം.
ഫോൺ ഇങ്ങനെ വിളിച്ച് നടക്കുക. ഞാൻ അങ്ങനെ പൊട്ടത്തിയാളെ മാതിരി ശശിയായി ഇങ്ങനെ നടക്കുക. പിന്നെ വേഗം പോന്നു കേട്ടോ. ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് പിന്നെ താഴോട്ട് പോയി. അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാല്ല, ഒന്നോ 2-3 സാധനങ്ങൾ. പക്ഷേ ഇല്ലത് എല്ലാം ഇവിടുന്ന് തന്നെ എടുക്കുക. സൂപ്പർ മാർക്കറ്റ് ആയാലും മറ്റേത് 2-3 ഷോപ്പിൽ കയറണം. അതിന് എനിക്കാവൂല. അതാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. കുറേ മുട്ടായി സെക്ഷനൊക്കെ നോക്കി, പക്ഷെ എനിക്ക് വേണ്ടാതൊന്നും ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു. കുറേ സാധനങ്ങൾ നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് വാങ്ങാൻ തോന്നുന്നില്ല. എന്താണാവോ, ഇവിടെ ലിക്വിഡിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓഫറുണ്ട് കേട്ടോ. അതേപോലെ സോപ്പും പൊടി കാര്യങ്ങൾക്കൊക്കെ ഓഫറുണ്ട് ഇവിടെ. ഇപ്പോൾ രാത്രി ആയാലും അത്യാവശ്യം തിരക്ക് കാണാണ്ട് കണ്ടോ. ഇവിടെ ഒന്നും ഒരു സാധനവും ഇല്ല കണ്ടോ. ഫ്രൂട്ട്സൊക്കെ വളരെ കുറവാണ്. എന്താ സംഭവം അറിയില്ല. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ എല്ലാ ഫ്രൂട്ട്സും കണ്ടമാനുണ്ടാവില്ല. ഇവിടെ കുറവാണ്. ചിലപ്പോൾ കച്ചവടം കുറവായിട്ടാവും, അറിയില്ല. പക്ഷെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് കുറച്ച് കുറവാണല്ലോ, അല്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട്. നല്ല മോഡലിലെ പാത്രങ്ങളും ഒരു കുടിരിക്കലിന് ആവശ്യമായ എല്ലാ നല്ല മോഡലിൽ, ഇപ്പോൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന മോഡേൺ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മളൊരു പാക്കറ്റ് പാലെടുത്തു. അതിൻ്റെ ഡേറ്റ് നോക്കി. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 15ആണ്. അപ്പോൾ നമ്മൾ എടുത്തില്ല. നമ്മൾ വേറൊരു പാലും പാക്കറ്റ് എടുക്കുക ചെയ്തിട്ട് അത്യാവശ്യം 2 ദിവസം കൂടി ഡേറ്റ് ഇല്ലേ. നമ്മൾ പിന്നെ ബട്ടർ എടുത്തു. എനിക്ക് പേഴ്സണലി ബട്ടർ ഭയങ്കര ഇഷ്ടം കേട്ടോ. ബ്രെഡിൽ മിക്സ് ചെയ്ത് ബട്ടർ കഴിക്കണ, ബ്രെഡിൽ തേച്ച് ബട്ടർ കഴിക്കണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെടുത്തു. പിന്നെ എനിക്ക് പൊതുവെ അങ്ങനെ ഞാൻ അധികം സ്വീറ്റ്സ് കഴിക്കാത്തൊരു വ്യക്തിയാണ്. വല്ലപ്പോഴും ഡയറി മിൽക്കൊക്കെ തിന്നെങ്കിൽ കഴിച്ചു എന്നുള്ളൂ. ഞാനങ്ങനെ കഴിക്കില്ല. അപ്പോൾ എനിക്ക് ഈ ബ്ലഡിൻ്റെ ഇഷ്യൂ, ബ്ലഡ് കുറവ്, 3rd ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് അത്യാവശ്യം നല്ല കുറവുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അത്യാവശ്യം ഈത്തപ്പഴം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ കഴിക്കലുണ്ട്. അപ്പോൾ ഈത്തപ്പഴം 1 കിലോ, 1/2 കിലോ, 1 കിലോൻ്റെ വാങ്ങിച്ചു. പിന്നെ ചിയാ സീഡ് വാങ്ങിച്ചു ഈ സ്മൂത്തിക്കൊക്കെ ആഡ് ചെയ്യാൻ. അവിടെ നിന്ന് പിന്നെ എല്ലാ സാധനങ്ങളും പോലെയൊക്കെ ഞാൻ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ മൂപ്പര് ബില്ലാക്കി പോരുക ചെയ്തത്. എന്തൊക്കെയോ സാധനങ്ങൾക്ക് ഒരുവിധം സാധനങ്ങൾക്കൊക്കെ അവിടെ ഓഫറുണ്ട്. പിന്നെ നമ്മൾക്ക് 2-3 സാധനം വാങ്ങിക്കാനുള്ളതെന്നോ ഇല്ലത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പെട്ടെന്ന് വേഗം എടുത്ത് പോരാന്നില്ല സുഖം. പിന്നെ ഒക്കെ ഓരോരുത്തർ തന്നെ എടുക്കാമെന്നുള്ളതും കൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഡയറി മിൽക്ക് എടുക്കാതെ നമ്മൾ പോരുമോ. ഒരു ഡയറി മിൽക്ക് എടുത്ത് കണ്ടോ, എന്താ ക്യൂട്ട് സാധനം. ഈ സാധനത്തിന് എത്ര പോയാൽ 60 രൂപ കണ്ടാണ് ഇതിന് അവിടെ റേറ്റ്. അത്രയൊന്നും ഇല്ല, 15 രൂപക്ക് ഇതിൻ്റെ വലുത് കിട്ടും ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന്. അപ്പോൾ ബില്ലൊക്കെ അടച്ചു. നമ്മൾ നേരെ വിട്ടു വണ്ടിക്ക് പോയി. പക്ഷെ വണ്ടിക്ക് പോയപ്പോഴാണ് സത്യം ഞാൻ അറിഞ്ഞത്. കാരണം നല്ല മഴ ഗൈസ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. കാരണം ഇതുവരെ ഒരു മഴക്കാർ പോലും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ പെട്ടെന്ന് പെരും മഴ. ഞാനിവിടെ കുറേ മഴത്ത് നോക്കിയിരുന്നു. പിന്നെ ഞാനൊരു ഒറ്റ പാച്ചിൽ വാങ്ങി. പിന്നെ മൂപ്പര് കുട്ടീനെയും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ മാളിലൊക്കെ കാണുന്ന ബട്ടർ കോൺ ഉണ്ടല്ലോ, ആ കോണ് കുറച്ച് വാങ്ങിച്ചു. മൂപ്പര് അതിൻ്റെ ഒരാളാണ്. മൂപ്പർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടുന്ന് ഇറങ്ങി നേരെ വിട്ട് ഫുഡ് അടിക്കാം ഫർസയിലേക്ക്. അവിടെ ഫർസയ്ക്കൊക്കെ എത്തിയപ്പോൾ പിന്നെ മഴ ചോർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ എപ്പോൾ ചെല്ലുമ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ്. ഇന്ന് എന്താണാവോ, നേരത്തെ ആയതുകൊണ്ടാവാം. ഇവിടെ നല്ല ഫിഷ് ഗ്രില്ല് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫിഷ് അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫിഷ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്രില്ല് ചെയ്ത് തരും. പക്ഷെ നമുക്ക് ഫിഷിനോട്, എനിക്ക് പേഴ്സണലി ഫിഷ് വലിയ ഇഷ്ടമല്ല. വീട്ടിലെന്നും ഫിഷാണ്, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. പിന്നെ കൈ വാഷ് ചെയ്തു. മിറർ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോ. ആണോ ബാക്കിൽ വന്ന് കുട്ടീനെ നോക്കി ചിരിച്ചനൊക്കെ കണ്ടു. അത് ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കണ്ടോ, ഒരു സുന്ദരൻ അവിടെ നിന്ന് കലപ്പില പറയണോക്കി. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് എടുക്കാൻ വന്ന ആൾ അടിപൊളിയാണ് കേട്ടോ. വർത്താനത്തിന് വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ താത്ത ഞങ്ങൾ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവന് ഭയങ്കര നാണം. ഇവനിപ്പോൾ ഇവിടെ കയറിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു. 1 മാസം കണ്ടായിട്ടുള്ളൂ. അവൻ്റെ വർത്താനങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് നമ്മളെ ഇളനീർ ഫലൂഡ വന്നു. സാധാരണ ഇത് ലാസ്റ്റാണ് വരല്. നമ്മൾ ലാസ്റ്റ് മതി എന്ന് പറയാൻ മറന്നുപോയി. ഫസ്റ്റ് വന്നു ഫലൂദ. കുറച്ച് കഴിച്ചപ്പോഴേക്കും നമ്മളെ സൂപ്പ് എത്തി. അവിടുത്തെ സൂപ്പൊക്കെ അടിപൊളിയാട്ടോ. ഫർസീത്തെ സൂപ്പ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നല്ലോണം സൂപ്പ് കുടിക്കാറുണ്ട്. ഇവിടെ വന്നാൽ മാത്രമേ കുടിക്കുള്ളൂ. ഈ സൂപ്പ് സെയിം സാധനം ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് കുടിച്ചിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. ഇവിടുത്തെ സൂപ്പിനെ എല്ലാം ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഒരു സൂപ്പുമില്ല. സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ മെയിൻ ഐറ്റം എത്തി.
നമ്മൾ ഓർഡർ ചെയ്ത മന്തിയാണ്. എനിക്ക് ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ മത്ത് മറിഞ്ഞിക്കണം, എനിക്കൊക്കെ മതിയിക്കണം, ഇനി ഒന്ന് പോയി കടന്നുറങ്ങിയാൽ മതി എന്നില്ല അവസ്ഥയ്ക്ക് എത്തിക്കണം. ഫലൂദ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ, ഇളനീർ ഫലൂദ ഫർസ സ്പെഷ്യലാണ്, നല്ല ടേസ്റ്റാണ്. സൂപ്പ് ഇതാക്കണു, സൂപ്പൊക്കെ കുടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോഴേക്കും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള മൂഡില്ല സത്യത്തിൽ, കാരണം ഇതൊക്കെ പാടെ കഴിച്ചപ്പോൾ എൻ്റെ വയറ് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. നമ്മളെ ചക്കൻ വരുന്നുണ്ട്. ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ എനിക്ക് പൊതുവേ വിശപ്പില്ല. രാത്രി ആയാലും ഞാൻ ചിലപ്പോൾ അധിക ദിവസങ്ങളും വല്ല സ്മൂത്തിയൊക്കെ കുടിച്ചാണ് കിടക്കുക. അധിക ദിവസവും സ്മൂത്തി കുടിച്ചാൽ കിടക്കാറ്. ഞാനങ്ങനെ ഫുഡ് കഴിക്കണ ആളല്ല. രാത്രി ആയാൽ ജ്യൂസ് എന്തെങ്കിലും കുടിച്ച് കിടക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഡേറ്റ്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടക്കലാണ്. ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ വാഷ് ചെയ്തു. ഇനി നേരെ വീട്ടിലോട്ട്. കണ്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു കുഞ്ഞാപ്പ് കാട്ടു നോക്കി. കുഞ്ഞാപ്പ് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ മാത്രം ക്യാമറയിൽ നോക്കൂല. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു ബില്ലടിക്കുന്ന നേരം ഞാൻ അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് അവിടെ സോഫയിൽ ഇരുന്നതാണ്. പിന്നെ അവിടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ കുനാഫ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുനാഫ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ. പിന്നെ നേരെ വണ്ടിയിലേക്ക് പോയി, പിന്നെ നേരെ വിട്ട് വീട്ടിലേക്ക്. ഇതുപോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, സീ യു.